ഓക്കെ, ഒമിന സ്റ്റാർ അൺലോക്ക് ആയിട്ടുണ്ട് ചാറ്റെ. ഒമിന സ്റ്റാർ അൺലോക്ക് ആയിട്ടുണ്ട്. യാങ് പറഞ്ഞാൽ എന്തോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം ചാറ്റെ. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. റിച്വലിസ്റ്റിക് വുഡൻ പ്ലാക്സ് എന്താണെന്ന് നോക്കാം. ആൻസ്ട്രക്കൽ ഷ്രൈൻ അതിലാണ് മെയിനായിട്ട് ഈ ഒരു പ്ലാക്സ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം. ഇത് വേറെ ടൈം ലൈനിലുള്ള ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഒന്നും അറിയാൻ വയ്യ. large-scale ancient rituals periodically in their villages, driven by certain beliefs. അവളിനെ പറ്റി എന്തിനാ വായിച്ചിട്ടുണ്ട്. അവരെ വില്ലേജിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റി കുറച്ച് അറിയാം. നമുക്ക് അധികം ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ കൂടുതലായിട്ട് അറിയാം. ബാക്കിയുള്ള ഇടങ്ങൾ പോയി നോക്കാം. എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ട്. ഉടമ്പളൊക്കെ കിട്ടി. ഇനി അങ്ങോട്ട് പോവാം. നമുക്ക് അടുത്ത എന്തെങ്കിലും സംഭവം കിടക്കണം. ഞാൻ പറഞ്ഞ എന്താ അത് ഞാൻ വായിച്ചു വിടുന്ന എന്തെങ്കിലും പ്രശ്നമാണെന്ന് തോന്നുന്നു. സ്ട്രേഞ്ച് ടാക്സ് ആൻഡ് ഡിസ്കൗണ്ട് എന്തൊരു സാധനം ഉണ്ടോ കേട്ടോ. അത് നമ്മൾ അറ്റാക്ക് അല്ല, അതെന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ. ബ്രദർ എന്നാ അത് വെളിയെടുക്കാം. അതിനെ ആ സഹായം ചോദിച്ചോണ്ടിരിക്കണം. എന്തായാലും നോക്കാം. ഇപ്പൊ എന്നെ സഹോദരൻ വിളിച്ചോണ്ടിരിക്കുന്ന ടാക്സ് ആൻഡ് ഡിസ്കൗണ്ട് സാധനം. അത് ആ ഒരു ലൈൻ മാത്രം വീണ്ടും വീണ്ടും തിരിച്ചു പറയണം. എന്തിനാ ഒരു സെറ്റാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. എന്തായാലും നോക്കാം. ടാക്സ് ആൻഡ് ഡിസ്കോഡ് എൻ്റെ അവർ ജീവിച്ചിരിക്കുന്ന അറ്റാക്ക് ചെയ്യണം. പക്ഷേ അവരുടെ ആ ഫ്രീക്വൻസിന് അവർ ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി അവർ ആ ഫ്രീക്വൻസീസ് വീണ്ടും റീകമ്പൈൻഡ് ആയിട്ട് ആ പുതിയ ടാക്സ് ആൻഡ് ഡിസ്കോഡുകൾ ജനിക്കും. അതായത് അതിലൊന്നായിരിക്കും ചിലപ്പോൾ ഇതെന്നാണ് യാങ് പറയണം. മനുഷ്യൻ ഏതായാലും ഫ്രീക്വൻസി എടുത്ത ഒരു വ്യത്യാസമായിട്ടുള്ള ടാക്സ് ആൻഡ് ഡിസ്കോഡ് എന്നാണ് യാങ് പറയണം. എനിക്ക് സംശയമുണ്ട് ഇത് മൊത്തത്തിൽ കുണ്ണേനെ കണ്ടിട്ട് അടിക്കാൻ നിൽക്കണ പോലെ ഇല്ല. അതിൽ നോക്കാം. ആരാണ് എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. ഏതാ കുണ്ണ സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്നൊന്നും അറിയാൻ പറ്റണില്ല. ആ ഒരു വില്ലേജ്, ഈ ഒരു വില്ലേജ് കരയുവാണ്. അത് റെസ്ക്യൂവിന് വേണ്ടി കാത്തിരിക്കുവാണ്. എന്തൊരു ഊമ്പിയ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും നോക്കാം. എന്തൊക്കെയോ അറിയാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള പറയട്ടെ. ടാക്സ് ആൻഡ് ഡിസ്കോഡ് ഒന്നെങ്കിൽ ഈ ഒരു വില്ലേജിനെ അറ്റാക്ക് ചെയ്ത് കാണൂല, അല്ലെങ്കിൽ എന്തോ മനഃപൂർവ്വം അതിങ്ങനെ ചെയ്തായിരിക്കും. What happened here is still
close. This place is dangerous. അവൾ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ അമ്മക്ക് ഇതിൽ നിന്ന് വിക്ടംസിനെ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? വിക്ടംസിനെ കണ്ടുപിടിക്കണം. അവൾക്ക് എന്തോ ഇവിടെ ഈ സ്ഥലം അത്ര പന്തിയായിട്ട് തോന്നല്ല. പറയത്തില്ല, ഏതെങ്കിലും കുണ്ണാൾ ഒളിച്ചിരുന്ന് അടിക്കുമ്പോൾ ചാൻസ് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോയി ഈ വിക്ടംസിനെ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? ഈ ടാക്സൺ ഡിസ്കോഡ് അടിച്ച ഉപദ്രവിച്ച അറ്റാക്ക് ചെയ്ത പാവപ്പെട്ട അറ്റാക്കിനിരയായ കുറച്ച് പയ്യന്മാരിലെ ആ ഒരു വില്ലേജിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരിൽ ജീവനോടെ ഇരിക്കുന്നവരെ കണ്ടുപിടിക്കണം എന്നാണ് അവൾ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് പോവാം. I'll inform Shuzia about what happened here. Can we continue our search before the official investigators arrive? ഞാൻ പറഞ്ഞ ചിക്സിയെ അറിയിക്കണമെന്നാണ്. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വരണതിന് മുന്നേ നമുക്ക് ബാക്കി അന്വേഷിക്കണമെന്നാണ് ചോദിച്ചിട്ടുണ്ട്. Sorry, I know it doesn't sound very convincing. It's just a hunch of mine, and I don't have any evidence to back it up. Thank you, Rover. Please stay vigilant. ഓക്കെ, അവളെ കൂടെ ഒന്ന് അന്വേഷിക്കുക ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി. As for the little one here, let's leave it be. എന്തായാലും നോക്കാം. ഈ പുണ്ണ ഇതെന്താണെന്ന് വെച്ചാൽ ഐഡിയില്ല. ഇനി അങ്ങോട്ട് പോയി നോക്കാം. അവിടെ എന്തോന്നുണ്ട്. The area is a mess, but it doesn't look like a war zone. Someone was hurt and dragged away. ഇതൊരു വാർ സോൺ പോലെ തോന്നല്ല, പക്ഷെ ഇവിടെ ഏതാ ഒരുത്തനെ വലിച്ചടിച്ചുകൊണ്ട് പോയ പോലെ തോന്നി. മൊത്തത്തിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞതായാലും നോക്കാം. Look, there are many footprints here. These are traces left by a fight. ഇവിടെ കുറേ ഫുഡ് സ്റ്റെപ്സ് കാണാനുണ്ട്. എന്തായാലും നോക്കാം. Someone was injured. ആർക്കോ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. These cards. I see. ആ കാർഡ്സിനെ പറ്റിയാണ് എന്തിനാ പറഞ്ഞുകൊണ്ട്. The Fraxidus is likely behind it all. The Fraxidus is likely behind it all. അത് എന്തോ The Fraxidus? എനിക്ക് പറഞ്ഞ ഫാക്ടറിസ് എന്തിനാണെന്ന് വെച്ചാൽ. Yes. I don't know much about the Fraxidus, but as an outrider, I've worked on related cases. അവൾക്ക് കൂടുതൽ അതിനെ പറ്റി അറിയാം, പക്ഷെ ഔട്ട്സൈഡേഴ്സിന് അതിനെ പറ്റി കൂടുതൽ അറിയാം. It's a group of extremists obsessed with fusing humans with tacit discords. They've caused terror attacks of various scales around the world. ഈ നോക്കാം പറയട്ടെ. Fusing humans and tacit discords. ഫ്യൂസിങ് ഹ്യൂമൻസ് ആൻഡ് ടാക്സിക് ഡിസ്കോഡ്സ്. അവന്മാരാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കണം. അവന്മാരാണ് ഈ അറ്റാക്കുകളെല്ലാം ചെയ്യണത്. ഇതെല്ലാം നമുക്ക് നോക്കാം. ഒപ്പി അറിവിട അളിയടാ. ഹലോടാലോ. We've seen signs of their presence in Jinzhou, left by lower-ranked members The- called artificers. We have been sign of presence Jinsu's led by tower ranked members called artificers. ആ ജിൻസുവിലെ ആ ടവറിൽ റാങ്കായിട്ടുള്ള എന്തിനാ പറയണം, ഈ കറക്റ്റ് കത്തല്ല സംഭവം. എന്തിനാ അവന്മാർ കറക്റ്റ് എനിക്ക് കത്തണത് Above ഒരു the പറയാം. artificers are the overseers, leaders with eerie abilities and unknown intentions. They pose a far bigger threat. എന്തായാലും നോക്കാം. No one knows their true intentions. Some members speak of world destruction, while others claim they seek eternal power. അവന്മാർക്ക് ഭയങ്കര പവർ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും അവർ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞോണ്ട് എന്തായാലും നോക്കാം. And there is one particularly insane overseer. He's crazy even by Fraxidus standards. A man who sees no order and revels in destruction. I've seen similar cards in the physical evidence file of the Fraxidus related cases.
They belong to this one overseer I'm talking about. They call him. അവരവനെ വിളിക്കണ സ്കാർ എന്നാണ്. ആ പന്നി ഇത്തിരി പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. If he's responsible for what happened to these villagers, who knows what kind of cruel and twisted atrocities he's capable of. ഈ വില്ലേജിലുള്ളവർക്ക് എന്ത് പറ്റുന്ന ഒരു ഐഡിയ ഇല്ല. എന്തായാലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ വില്ലേജിൽ ജനങ്ങൾക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ സ്കാർ എന്ന് പറഞ്ഞ ഒരുത്തൻ, അങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ ഈ മറ്റേ ജിൻസു സിറ്റി ഉണ്ടല്ലോ, അവർക്ക് ത്രെഡായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാം നമ്മൾ അന്വേഷിക്കണം. ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും നോക്കാം. ഇൻവെസ്റ്റിഗേറ്റ്. ഈ അങ്ങനെ അവിടെ എന്തോ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു പൂച്ച. ഓ എന്താ പറ്റി? ഓ യങ്ങ ഓ ആ യങ്ങ എവിടെ? ആ കാടൊക്കെ എവിടെ ആയിരുന്നു? സ്കാർ അവളെ ഇവനെ പറ്റാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു.